ദോശമാവ് ബാക്കിയുണ്ടോ എങ്കിൽ ഇനി വിഷമിക്കേണ്ട, നമുക്ക് അതുകൊണ്ട് ഒരു ജിലേബി ഉണ്ടാക്കിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഞ്ചസാര ലായനി ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഓറഞ്ച് റെഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടായതിനു ശേഷം നമ്മളെ മാവ് കുറച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് മൈദയും ബേക്കിംഗ് പൗഡറും ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ശർക്കര ലായനി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. ജിലേബി ഉണ്ടാക്കുന്ന പോലെ ചുറ്റിച്ചെടുക്കുക. സിമ്പിളാണ്. എനിക്ക് മെഹന്തി ഒന്നും ഇടാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടില് ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ പൈപ്പിംഗ് ബാഗിലോട്ട് അത് എടുത്തു മാത്രം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജിലേബിയാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ശർക്കര ജിലേബി ഉണ്ടാക്കുന്നുണ്ട്, പഞ്ചസാര ലായനി ജിലേബി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. 2 ജിലേബി ഉണ്ടാക്കുന്നുണ്ട്. കഴിക്കാൻ ടേസ്റ്റ് ഏകദേശം ഒരുപോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജിലേബി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജിലേബിയാണ്, നല്ല രുചിയുള്ള ഒരു ജിലേബിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.